ബിഗ് ബോസ് സീസൺ 6ന്റെ ഇന്നത്തെ ലൈവിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായത് വൈകിട്ടാണ്. അതുവരെ ഈ ജാസ്മിൻ ഗബ്രി തമ്മിൽ അവരുടെ സാധനം എടുത്ത് അലക്കി വേളിപ്പിക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈകിട്ട് ഇത്തിരി കടന്ന കൈ ടാസ്ക് ആയിപ്പോയി. പവർ ചലഞ്ചാണ്. പവർ ചലഞ്ചിൻ്റെ അവസാന ഘട്ടമാണ്. ഇപ്പോൾ ഡെന്നും അതേപോലെ തന്നെ പവർ ടീമും തമ്മിലുള്ള മത്സരമാണ്. ഗബ്രി, അതേപോലെ തന്നെ ശരണ്യ, ഋഷി, അങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ നമ്മുടെ ജിൻഡോ, അൻസിബ, ജാസ്മിൻ എന്നിവരുണ്ട്. അപ്പോൾ ഈ 3 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മത്സരം. അപ്പോൾ ഇതിനകത്ത് ഗബ്രിയുടെ ഒരു ഗെയിമുണ്ട്, ഭയങ്കര മോശമാണ്. ഗബ്രിയുടെ ഗെയിം അപ്രോച്ച് വളരെ മോശം എന്ന് തന്നെ പറയേണ്ടി വരും. എങ്ങനെയാണ് ഇങ്ങനത്തെ ഗെയിമുകൾ കളിക്കേണ്ടത് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് സാധ്യതകൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനകത്ത് എടുത്തു പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ പവർ റൂമും അതേപോലെ തന്നെ ബാത്റൂമും ഒഴിച്ചുള്ള ഇടങ്ങളിൽ നിങ്ങൾക്ക് ഓടാം. ഇപ്പോൾ ഈ കോയിൻ പുറത്തൊട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരിക്കുന്ന ക്ലാസിക് ഗെയിം എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് പറയുന്നത്. കോയിൻ ആരുടെ പുറത്താണോ ഒട്ടിക്കുന്നത് അയാൾ മറ്റൊരാളുടെ പുറത്തത് ഒട്ടിക്കണം. എതിർ ടീമിൻ്റെ പുറത്തൊട്ടിക്കുക. അപ്പോൾ മറ്റൊരാളുടെ പുറത്ത് ഒട്ടിക്കുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഈ കോയിൻ കയ്യിലിരിക്കുന്ന സമയത്തോ ബസർ അടിച്ചു കഴിഞ്ഞാൽ ഔട്ട്. അങ്ങനെയാണ് ആ ഒരു കളി മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി കടന്ന പ്രയോഗമൊക്കെ സാധാരണ വരാറുണ്ട്. അത് എല്ലാ തവണയും നമ്മൾ കാണാറുണ്ട്. ഇതിൽ ഒരു ബലപരീക്ഷണമുണ്ട്. ഫെയർ ഓർ അൺഫെയർ എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല. കാരണം അത് ഓടി രക്ഷപ്പെടുക, എസ്കേപ്പ് ആവുക എന്നുള്ളതാണ്. പിടിച്ചു നിർത്തി വേണമെങ്കിൽ ഒട്ടിക്കാം. അപ്പോൾ പിടിച്ചു നിർത്തി ഒട്ടിക്കാനായിട്ടോ ഒരാളെ പിടിച്ചു നിർത്താനായിട്ടോ ആരോഗ്യമുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നും. പക്ഷേ അത്രയധികം ഈസിയൊന്നുമല്ല. അപ്പം ആദ്യം ഈ ഋഷിയെ ജിൻഡോ പിടിച്ച് ഒട്ടിക്കുന്നു. അപ്പം നമ്മുടെ ഗബ്രി അത് വലിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ആ ഒരു റൗണ്ടിൽ ഋഷി ഔട്ടായി. അപ്പോൾ ഋഷിക്ക് അതിൻ്റെ നല്ല ഒരു കലിപ്പുണ്ട്. ഇത് ഇങ്ങനെ കളിക്കേണ്ട ഒരു ഗെയിമാണോ, എന്തിനാണ് ഈ ഡ്രസ്സ് തന്നിരിക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പിടിച്ചു നിർത്തി അങ്ങ് ഒട്ടിച്ചാൽ പോരെ, ജിൻഡോ മാത്രം ജയിക്കുമെന്നൊക്കെ ഉള്ളതാണ് ഋഷിയുടെ ഒരു ആക്ഷേപം. എന്നാൽ ക്യാപ്റ്റൻ ഇത് കറക്റ്റായിട്ട് തന്നെ ബിഗ് ബോസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ബിഗ് ബോസ് ഉത്തരവൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും ഈ കളി കളിക്കാം. പിന്നത്തെ റൗണ്ടിലെ കളിയാണ് ഇപ്പം പ്രൊമോയിൽ കണ്ട ആ ഒരു പ്രശ്നകരമായിട്ടുള്ള കളി. ഇതിനകത്ത് ഗബ്രി അവിടെ ഇരുന്ന് വാദിക്കുന്ന ഒരു കേസുണ്ട്. അയാളാണ് തന്നെ പിടിച്ചത്. അപ്പം ജിൻഡോ പറയുന്നുണ്ട് ഈ ഗബ്രിയാണ് തന്നെ ആദ്യം പിടിച്ചത്. ജിൻഡോ പറയുന്നതായതുകൊണ്ട് തന്നെ പകുതി ആളുകൾക്ക് വിശ്വാസമില്ല. പക്ഷേ ഗബ്രിയാണ് ജിൻഡോയെ ആദ്യം പിടിച്ചത്. ഞാനത് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗബ്രിയാണ് ആദ്യം പിടിച്ചത്. അതേപോലെ ഗബ്രി ഒരു ഫെയർ ഗെയിം അല്ല അവിടെ കളിച്ചത്. പിന്നെ തിരിച്ചത് വേണമെന്ന് എന്തിന് ആവശ്യപ്പെടുന്നു? എന്ത് മോശം പ്ലേ ആണ്, വൃത്തികെട്ട പ്ലേ. ഗബ്രി ശരണ്യോടൊക്കെ എന്താണ് പറഞ്ഞു കൊടുത്തത്? ആര് വന്നാലും തള്ളിയിട്ടേക്കുക, ഒന്നും നോക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് മറ്റേ ഇത് കൊടുത്തത്, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത്. എന്നിട്ട് ശരണ്യെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ജിൻഡോ വരുന്നത്. ഇപ്പം ശരണ്യെ ടാർഗറ്റ് ചെയ്യാനായിട്ട് ഗബ്രി സമ്മതിക്കുന്നില്ല. ഗബ്രി ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ശരണ്യയ്ക്ക് ഒരു കവചം തീർത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ജിൻഡോ ഇത് ഒട്ടിക്കാൻ വരുന്ന സമയത്ത് ആദ്യം ഗബ്രിയാണ് ജിൻഡോനെ പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഗബ്രി കൈ വിട്ടു. ജിൻഡോ ഒട്ടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ പുറകിലേക്കാക്കിയ സമയത്ത് ഒരു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് ഗബ്രി ജിൻഡോയുടെ മുഖത്ത് പിടിച്ച് വലിച്ച് മാന്തി വീഴിച്ചു. എന്നിട്ടാണ് ഈ ഗബ്രി ഷോ കാണിക്കുന്നത്. വീഴിച്ചതും ഗബ്രി തന്നെയാണ്. ചെവിയിൽ പിടിച്ച് മുഖത്ത് പിടിച്ച് വീഴിച്ചതും ഗബ്രി തന്നെയാണ്. എന്നിട്ട് ആളുകൾ പിടിച്ചു മാറ്റുന്ന സമയത്ത് വൻ ഷോയും പരിപാടികളൊക്കെ. അതിനിടയ്ക്ക് ഒരാളുണ്ടല്ലോ, ജാസ്മിൻ്റെ മറ്റേ ഫേക്ക് ഗെയിം ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എനിക്ക് പേഴ്സണലി ഇന്നലെ തൊട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ആ ഒരു ഫേക്ക് ഗെയിമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കി വെളുപ്പിക്കലാണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് ആണെന്ന് പല ആളുകളിൽ കൂടെ അറിഞ്ഞു. അല്ലാതെ പുറത്ത് പോയിട്ട് ഇൻഫർമേഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ബുദ്ധിയുള്ള ആൾക്കാരല്ലേ. പല സംസാരത്തിൽ കൂടെയൊക്കെ എന്താണ് നെഗറ്റീവ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ബേസിക് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയെടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം ചെയ്ത ആക്റ്റുകൾ അലക്കി വെളുപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ്. ഈ ഗബ്രിക്ക് ശരിക്കും പ്രണയമുണ്ട് എന്ന് തെളിയിച്ചെങ്കിൽ മാത്രമേ ജാസ്മിൻ ചെയ്ത ആക്റ്റുകൾ അല്ലെങ്കിൽ ജാസ്മിൻ്റെ അപ്രോച്ചുകൾ നല്ലതായിട്ട് പ്രേക്ഷകർക്ക് തോന്നും എന്നുള്ള ചിന്തയാണ് ഇവിടെ ജാസ്മിന്. അതുകൊണ്ട് തന്നെ ഗബ്രിയുടെ പ്രണയം പറയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഗബ്രി പറയുമോ? ഗബ്രിക്ക് ഗെയിം അറിയാം, ജാസ്മിനെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റായിട്ട് അറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇതിലെ ഗെയിം എന്ന് പറയുന്നത് വലിയൊരു സ്ട്രാറ്റജി അങ്ങനെയുള്ള രീതിയിലൊന്നുമല്ല. നെഗറ്റീവാണെന്ന് അറിഞ്ഞു, ഇനി ഒന്ന് വെളുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പുറത്തെ ഒരു സപ്പോർട്ട് നേടിയെടുക്കേണ്ടതുണ്ട്. ഇതുമായി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ലാഭമൊന്നുമില്ല. മാനസിക സംഘർഷങ്ങൾ കാര്യമായി തന്നെ ജാസ്മിനുണ്ട്. കാരണം അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഇത് തനിക്ക് നെഗറ്റീവ് ആകും എന്നുള്ള ബോധം ഗബ്രിക്കുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഗബ്രിയെ ഒരു മനസാക്ഷി ഇല്ലാത്തവനാക്കി കഴിഞ്ഞാൽ ജാസ്മിൻ്റെ കാര്യം കുറച്ചും കൂടെ സിമ്പിളാണ്. അതൊരു കോമൺ സെൻസാണ്. അതേപോലെ ഗബ്രിക്കറിയാം തന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുന്നത്, എപ്പോഴും ഈ ഒരു കാര്യം പുറത്തേക്ക് എടുത്ത് ഇടിയിപ്പിക്കുന്നത്, തൻ്റെ ഭാഗം പറയിപ്പിക്കുന്നത്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ജാസ്മിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളത് ഗബ്രിക്ക് അറിയാം. നോർമലി ഇമോഷൻസിൻ്റെ ഒരു കളികളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് കോമൺ സെൻസ് വെച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ഒരു പെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഈ ക്യാമറയ്ക്ക് മുൻപിൽ മൈക്ക് വെച്ചിട്ട് ക്ലാരിറ്റിയോടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഒരു മിണ്ടാവൃതത്തിലേക്ക് പോയിട്ട് പിന്നീട് പുറത്ത് പോയി സംസാരിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഗെയിം സ്പിരിറ്റിലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു സ്പിരിറ്റിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അത് പിന്നീട് സംസാരിക്കാനുള്ള കേസേ ഉള്ളൂ. പക്ഷേ അത് ഇവിടെ ഇട്ട് ക്ലാരിറ്റി കൊടുക്കലാണ്. എന്ത് ക്ലാരിറ്റി? അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് നമ്മൾ കയ്യിൽ പിടിച്ചു, കയ്യിൽ കടിച്ചു, അതൊക്കെയാണ് നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ അത് പുറത്തുനിന്ന് അറിഞ്ഞാണോ എന്ന കാര്യത്തെക്കുറിച്ചിട്ടൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അതിപ്പം പുറത്തുനിന്ന് ഒരാൾ വന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാലും ഇവർക്ക് കോമൺ സെൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പോയ പ്രണയപരവശരായിരുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളെക്കുറിച്ചിട്ടൊരു ബോധമുണ്ട്. അപ്പോൾ അതൊക്കെ നെഗറ്റീവ് ആവും എന്നുള്ളത് ജാസ്മിൻ അറിയാം. അപ്പോൾ ആ ഒരു അപ്രോച്ച് മാറ്റണം എന്നുള്ളതാണ് ജാസ്മിൻ പറഞ്ഞത് എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് പറ്റിപ്പോയ ഒരു അബദ്ധമാണ്, ഞങ്ങൾക്ക് ഓർമ്മ തന്നെ ഇല്ല എന്നുള്ളൊരു രീതിയിലേക്കാണ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ രണ്ടാളുകൾക്ക് നൈസായിട്ട് എസ്കേപ്പ് ചെയ്യണം എന്നുണ്ട്. അതേപോലെ തന്നെ ഗബ്രിക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഒരുക്കിയത് റസ്മിനാണ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പോൾ റസ്മിൻ ജാസ്മിൻ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ രീതിയിലേക്ക് ആയത് എന്നൊക്കെ ഇവിടെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട്. പിന്നെ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. നിങ്ങൾ കപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയും, അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിൽ ഗബ്രി പറഞ്ഞത് ജാസ്മിൻ്റെ സ്നേഹത്തെക്കുറിച്ചിട്ടും ജയിക്കാൻ സാഹചര്യമായിട്ടുള്ള ജാസ്മിൻ്റെ കരുതലിനെ കുറിച്ചിട്ടുമൊക്കെയാണ്. അപ്പോൾ ജാസ്മിന് നന്ദിയൊക്കെ പറഞ്ഞ്, ലാലേട്ടന് നന്ദിയൊക്കെ പറഞ്ഞ്, പ്രേക്ഷകർക്ക് നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഒരു മറ്റേ നന്ദി പ്രകാശനമൊക്കെ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഗബ്രിയുടെ മാനിപ്പുലേഷൻ ഉണ്ട്. ജാസ്മിൻ നൈസായിട്ട് ഗബ്രിയെ കൊണ്ട് ആ ഒരു പ്രണയം, അതിൻ്റെ തീവ്രത, ആ കാര്യങ്ങൾ പുറത്തേക്ക് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഗബ്രി പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ സേഫായി, അതുകൊണ്ടാണ് ജാസ്മിൻ അങ്ങനെ ആയത് എന്ന് സെറ്റാക്കാമല്ലോ. അല്ലാതെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, ഒരു തരത്തിലും ഇങ്ങോട്ടൊന്നും ഇല്ലാത്ത ഒരിടത്ത് താൻ ഒരു ഇമോഷൻ ഇട്ടു എന്ന് ആളുകൾക്ക് തോന്നരുതല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഗബ്രി നൈസായിട്ട് തിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ജാസ്മിൻ അല്ലേ ഇതിന് കാരണം. ലാലേട്ടൻ അങ്ങനെ ചോദിച്ച സമയത്ത് ലാലേട്ടൻ ഇതേ ചോദ്യം തന്നെയല്ലേ നിന്നോട് ചോദിച്ചത്, നീ എന്നിട്ട് ഉത്തരം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഇത് ലൈവ് കാണുന്ന ആളുകൾക്കാണ് ഏറ്റവും വലിയ ദുരന്തം. ഇതല്ലാതെ വേറെ കണ്ടന്റ് ഒന്നുമില്ല. ഇപ്പോൾ നമ്മളെപ്പോഴും ഇവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ എന്താ ഗെയിമാണ്? ഒരു ഗെയിമും അല്ല. സായിയും അതേപോലെ തന്നെ അഭിഷേകും അബിയും ഈവൻ സിജോ പോലെ സംസാരിക്കുന്ന പല കാര്യങ്ങളും അവരുടെ വായനക്കം മാത്രമേ ഉള്ളൂ. വേറെ ടോക്കൊക്കെയാണ് കേൾപ്പിക്കുന്നത്. വേറെ ആൾക്കാരെല്ലാം ഒരു ചിൽ മൂഡിലാണ്. അവർ നോക്കുമ്പോൾ വളരെ നൈസാണ്, സേഫാണ്, വേറെ ഒന്നും ചെയ്യേണ്ട, ഭയങ്കര സാറ്റൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടിയാണ് എല്ലാ ആൾക്കാരും മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ ചലഞ്ചിലേക്ക് വന്ന സമയത്തും ആരുണ്ട് കളിക്കാൻ? ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും ജിൻഡോയൊക്കെ അല്ലാതെ വേറെ ആരും കളിക്കാനും ഇല്ല. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ചുറ്റിനും നിന്നുകൊണ്ട് കമൻട്രി പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ എപ്പിസോഡ് റിവ്യൂവിൽ കാണാം. ഈ ജാസ്മിൻ ഗബ്രി സാധനം എപ്പിസോഡ് റിവ്യൂവിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള ഒരു ആലോചനയും ഈ വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനകത്തൊന്നുമില്ല. അതൊരു ഗതികേടാണ്. നന്ദി.